ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഡയോസിൻ്റെ മാഗ്ന 43 എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ പിക്ചറില്ലാത്ത കംപ്ലൈൻറ്റ് ഇഷ്യൂ ആണ്. നമുക്ക് അതിനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം, പിക്ചറൊന്നും വരുന്നില്ല. ടി വി ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് ഓണായി വരുമ്പോൾ ഇത്തരത്തിൽ ഇമ്പെക്സിനും ഡയോസിലൊക്കെ ശബ്ദം വരും. സ്മാർട്ട് ടി വിയിൽ ഓണായി വരുമ്പോൾ ഇതിനകത്തൊന്നും കാണില്ല. പക്ഷേ നമ്മൾ ലൈറ്റ്, അതായത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി നിൽക്കുന്ന സമയത്ത് അകത്ത് നമുക്ക് പിക്ചർ, അതായത് എഴുത്തൊക്കെ കാണുന്നുണ്ട്. വിസ്ഡം ഷെയർ എന്നാണ് സാധാരണ ഇമ്പെക്സ് അതുപോലെ ഡയോസൊക്കെ ഓൺ ചെയ്യുമ്പോൾ സ്ക്രീനകത്ത് കാണിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ ലെറ്റർ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഫ്ലാഷ് അടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡാണ്. LED ആണോ അല്ലെങ്കിൽ ബാക്ക് ലൈറ്റ് സംബന്ധിച്ചുള്ള ഇഷ്യൂ ആണോ എന്നുള്ള കണ്ടുപിടിക്കാനൊരു മെത്തേഡാണിത്. അപ്പോൾ ചിലർക്കെങ്കിലും അറിയായിരിക്കാം, പറയാത്തവർക്ക് വേണ്ടിയാണ്. ടി വി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് സ്ക്രീനകത്തോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 80% അത് ബാക്ക് ലൈറ്റ് ഇഷ്യൂ ആവാനാണ് സാധ്യത. ഇത് ഡയോസിൻ്റെ 43 ഇഞ്ചാണ്. ഡയോസ് ഇമ്പെക്സിനൊക്കെ ഭൂരിഭാഗം വരാറുള്ളത് LED ലൈറ്റ് പോകുമ്പോഴാണ് കൂടുതലും വരാറുള്ളത്. ഈ ഒരു ടീം മുമ്പ് കംപ്ലൈൻ്റ് ആയിട്ട് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് മാറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈഡ് കവറൊന്നും കറക്റ്റ് ലോക്കായിട്ട് ഇരുന്നിട്ടില്ല. നമുക്കവിടെ കാണാൻ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. എല്ലാ ടി വികളിലും ബാക്ക് ലൈറ്റ് പോകുന്നതുകൊണ്ട് എല്ലാ ഇത്തരത്തിൽ പിക്ചർ, അതായത് ബാക്ക് ലൈറ്റ് തെളിയായിരിക്കുക. ബോർഡിൻ്റെ ഇഷ്യൂ കൊണ്ട് വരാം, അതും അല്ലെങ്കിൽ LED ഡ്രൈവിൻ്റെ ഇഷ്യൂ കൊണ്ട് വരാം. ഒട്ടുമിക്ക ഒരു 80% ഇമ്പെക്സ് അതുപോലെ ഡയോസ് ടി വികളൊക്കെ വരുന്ന ഒരു 4 വർഷമൊക്കെ ആകുമ്പോഴത്തേനും LED പോകാറുണ്ട്. LED അല്ല, ബോർഡിൻ്റെ LED ഡ്രൈവിൻ്റെ സെക്ഷനാണ് കംപ്ലൈൻറ്റെങ്കിൽ നമുക്ക് അത് റിപ്പയർ ചെയ്തിട്ടോ അതോ അല്ലെങ്കിൽ LED ഡ്രൈവുകൾ, എക്സ്റ്റേണൽ ഡ്രൈവുകൾ വെച്ചിട്ടോ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം LED ആണോ പോയിട്ടെന്ന്. പ്രൈമറി ആയിട്ട് നമ്മൾ LED ചെക്കർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 2 കണക്ടർ ഉണ്ട് ഇതിന്. LED പോകുന്ന 2 കണക്ടറുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രണ്ടിലും നമുക്ക് LED ചെക്കർ ഉപയോഗിച്ചിട്ട് LED വർക്കിംഗ് ആണോ, അതായത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. LED പോയെങ്കിലും ചെറിയ വോൾട്ടേജ് LED ചെക്കറിൽ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മളിവിടെ അതിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ 0 ആണ് കാണിക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ മീറ്റർ LED ചെക്കറിനകത്ത് 300 കാണിക്കുക. ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വോൾട്ടേജ് കാണിക്കുള്ളൂ, അല്ലെങ്കിൽ 300 ആയിട്ട് അവിടെ വോൾട്ടേജ് ആയിട്ട് നിൽക്കും. അവിടെ ഇതിൽ കൂടെ കാണാൻ 300 ആണ്. ഒരു സൈഡിലും സപ്ലൈ ഇല്ല, അതായത് LED വോൾട്ടേജ് എടുക്കുന്നില്ല. ഈ ഒരു മോഡലിൽ ഉണ്ടായിരുന്ന പാനൽ PT എന്ന് പറഞ്ഞൊരു കുറച്ച് ഗ്രേഡ് കുറഞ്ഞ ഡിസ്പ്ലേ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇത് മുമ്പ് ഈ കസ്റ്റമർ ഈ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തിട്ടുള്ളത് BOE എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 43 സീരീസിൽ ഫുൾ HDയിൽ നല്ലത് BOE അതുപോലെ LG ആണ്. അപ്പോൾ ഇത്തരത്തിൽ പാനൽ കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സെയിം ഡിസ്പ്ലേ തന്നെ ഇടരുത്. കുറച്ചുകൂടി നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള BOE അതുപോലെ LG തന്നെ ഇടാൻ ശ്രമിക്കുക. അത് മാത്രമേ കൂടുതൽ ലൈഫ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് BOE ആണ്. എന്തുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ TV കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക ഏത് ഡിസ്പ്ലേ ഇടുന്നത്, അതുപോലെ അതിന് ഏതായിരിക്കും ബെറ്റർ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഡിസ്പ്ലേ മാറുന്നത് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ ആ ഡിസ്പ്ലേ ഒക്കെ ഊരി LED ഒന്ന് മാറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാനിടയായി യൂട്യൂബിൽ. ഒരു TV, അതായത് പഴയ TVകളൊക്കെ കളയാതെ നമുക്ക് എന്ത് പുതിയ ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. നമുക്ക് ഒരു പരിധി വരെയൊക്കെ TVകൾ അങ്ങനെ LCDയിൽ അതുപോലെ നമ്മളിപ്പോൾ വരുന്ന ഡിസ്പ്ലേകളെ BOE LG ഒക്കെ അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം, നമുക്ക് നമ്മുടെ TV കളയാതെ തന്നെ പുതിയ TV വാങ്ങണം, അതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് നല്ലൊരു TV ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ചിലരെങ്ങനെ ചിന്തിക്കും, ഈ ഒരു TVയുടെ 70% പൈസ കൊടുത്തിട്ട് നമ്മൾ പുതിയ ഡിസ്പ്ലേ മാറണം. അപ്പോൾ ഇത്ര ശ്രദ്ധിക്കുക, നിങ്ങളൊരു TV പുതിയത് വാങ്ങിക്കുന്ന സമയത്ത് അതിന് 1 ഇയർ വാറണ്ടി ഉള്ളൂ. അതായത് ഈ ഓൺലൈനിലുള്ള തോംസൺ, കൊഡാക്ക്, അതുപോലെ റിയൽമി, അതുപോലെ ഇൻഫിനിക്സ്, ഇതിനൊക്കെ 1 ഇയർ വാറണ്ടി. ഇതെല്ലാം തന്നെ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം നമുക്ക് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ 2 വർഷത്തിനും 18,000 മുടക്കി TV ഫുൾ HD കാര്യമാണ് പറയുന്നത്. TV വാങ്ങുന്നതൊക്കെ നല്ലതാണ്. എന്തുകൊണ്ടും നിങ്ങൾ ഇപ്പോൾ ഉള്ള TVയിൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള LGയോ അല്ലെങ്കിൽ BOയുടെ ഡിസ്പ്ലേ ഇട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഓരോ 2 വർഷത്തിലും 18,000 മുടക്കി TV വാങ്ങുന്നതാണോ അതോ വൺ ടൈം ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കുറേ കാലം ഉപയോഗിക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ ആലോചിക്കുക. കാരണം ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് ആ TV ലൈഫ് കിട്ടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. TV പാനൽ മാറുമ്പോൾ അത് എന്തായാലും ശ്രദ്ധിച്ചിട്ട് മാത്രം പാനൽ മാറുക. ഇവിടെ നമ്മൾ ആ TVയുടെ ഫ്രെയിമൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ടാണ് നമ്മളത്, കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കൊണ്ടാണ് അത് റിമൂവ് ചെയ്യുന്നത് ഫ്രെയിം. ചില കേസിൽ നമുക്ക് മെറ്റൽസിൻ്റെ അത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഒരുപാട് നല്ല കട്ടിയുള്ള ലോക്കാണെങ്കിൽ പ്ലാസ്റ്റിക് പൊട്ടിപ്പോവും. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നുള്ളത്. ഇത്തരത്തിൽ ഇമ്പെക്സ് അതുപോലെ ഡയോസിൻ്റെ ഒക്കെ ആ ഒരു പാനൽ ഇരിക്കുന്നത് കോർണറിൽ മാത്രമായിട്ട് ചെറിയൊരു പാനൽ സപ്പോർട്ട് കൂടെയാണ് ഇരിക്കുന്നത്. സെൻറ്ററിലും അതുപോലെ സൈഡിലൊന്നും പാനൽ സപ്പോർട്ടിങ് ഇല്ല. പിന്നെ ചിലർക്കെങ്കിലും തോന്നും ഈ LED മാറിയിട്ട് ഇതിന് ലൈഫ് ഉണ്ടാകുമെന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു LED കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും ആ ഫുൾ സെറ്റ് തന്നെ മാറുന്നുണ്ട്. അങ്ങനെ തന്നെ എപ്പോഴും മാറണം. കാരണം എപ്പോഴും പെട്ടെന്ന് അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല ഈ ബാക്ക് ലൈറ്റ് കംപ്ലൈൻറ്റ്. അത് മാറുമ്പോൾ ആ ഫുൾ സെറ്റായിട്ട് തന്നെ മാറുക. പൈസ കുറവാണെന്ന് കരുതി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമുക്ക് കാണാം, ഇതിനകത്ത് 3 LED സ്ട്രിപ്പുകളുണ്ട്. 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് സെൻറ്ററത്തെ LEDയിൽ
2 കണക്ടറും ബാക്കി മേലെയും താഴെയും ഒരു കണക്ടറാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മൊത്തം ഒരു സ്ട്രിപ്പിൽ 8 LED, അങ്ങനത്തെ 3 എണ്ണം. ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മേലത്തെ ഒരു LED-യും സെൻറ്ററത്തെ LED-യുടെ ഹാഫ് പോർഷൻ, അത് 4 LED കൂടെ ഒരു സെറ്റ്, അതേപോലെ ഏറ്റവും താഴത്തെ LED-യും സെൻറ്ററത്തെ 4 LED കൂടെ ഒരു സെറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഷീറ്റിനകത്ത് ആ LED പോകുന്ന സമയത്ത് കരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള രണ്ടാമത് LED റീപ്ലേസ് ചെയ്യുമ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാട് വെള്ള സ്ക്രീനൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും. മേലത്തെ LED-യുടെ 8 എണ്ണം, അതുപോലെ സെൻറ്ററത്തെ LED-യുടെ 4 എണ്ണം വെച്ചിട്ട് 12 LED-ആണ് ഒരു സെക്ഷനിൽ വരുന്നത്. അങ്ങനത്തെ 2 സെക്ഷൻ വരും. താഴെ അതുപോലെ വരും. ഈ സെൻറ്ററത്തെ LED-യിൽ 2 സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 കണക്ടർ വരുന്നത്. മേലത്തെ സൈഡിലെ ഹാഫ് പോർഷനും അതിനകത്ത് വരുന്നത്, താഴത്തെ LED-യുടെ ഹാഫ് പോർഷനും സെൻറ്ററത്തെ LED വരുന്നുണ്ട്. അതുകൊണ്ടാണ് സെൻറ്ററത്തെ LED-യിൽ 2 കണക്ടർ വരുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് മേലത്തെ ഒരു LED-യും സെൻറ്ററത്തെ LED-യുടെ പകുതിയും വർക്ക് ചെയ്യും, ഒരു സെക്ഷൻ അങ്ങനെ, അതേപോലെ തന്നെ താഴത്തെ അങ്ങനെ. അപ്പോൾ മൊത്തം ഒരു സൈഡിൽ 12 LED. അപ്പോൾ ഒരു LED 6 വോൾട്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 12 × 6 ടോട്ടൽ വോൾട്ടേജ്. അതായത് ഒരു സൈഡ് 72 വോൾട്ടേജ് വേണം, അതേപോലെ മറ്റേ സൈഡ് 72 വോൾട്ടേജിലാണ് കറക്റ്റ് ഈ LED-യുടെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മൾ ആ LED ഫിറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ട് LED ഒന്ന് ജസ്റ്റ് പുറത്തെടുക്കാൻ പോവാണ്. ചെക്ക് ചെയ്ത സമയത്ത് ഒരു സെക്ഷൻ കത്തുന്നുണ്ട്, അതുപോലെ ചില ഭാഗത്ത് കത്തുന്നില്ല. അപ്പോൾ എന്തായാലും ഫുൾ LED സ്ട്രിപ്പ് തന്നെ നമ്മൾ മാറുന്നുണ്ട് ഇവിടെ. ചില LED TVകളിൽ ഇത്തരത്തിൽ സ്ക്രൂ അല്ലാതെ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് LEDകൾ കാണാറുണ്ട്, അതായത് ബോഡിയായിട്ട് പശ വെച്ചിട്ട് ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡും നല്ലതാണ്. അതായത് ബോഡിയായിട്ട് കോൺടാക്റ്റ് കിട്ടുന്ന എപ്പോഴും നല്ലതാണ്. LED-യുടെ ടെമ്പറേച്ചർ ബോഡി അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കറക്റ്റായിട്ട് അറ്റാച്ച്ഡായി വെക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. LED ലൈഫ് കൂടുതൽ കിട്ടും. നമ്മൾ മുമ്പ് ഒരു സയൻസോയുടെ TVയുടെ LED മുമ്പ് ഇതുപോലെ ഈ ഷീറ്റിനകത്ത് മേലെ ഒട്ടിച്ച് വെച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിനകത്ത് ആ LED ഈ ഷീറ്റിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റാതെ അത് പെട്ടെന്ന് നോർമലുള്ള ലൈഫിനേക്കാൾ കുറവായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ബോഡി ആയിട്ട് തന്നെ കറക്റ്റ് പ്രോപ്പർ കോൺടാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ LED മോഡിഫൈ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ താഴത്തെ പോർഷനിലെ LED-യും അതുപോലെ സെൻറ്ററത്തെ ഇവിടെ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. സ്ക്രൂ ഉണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള പശ ഉണ്ട് അതിനകത്ത്. അത് ചെറിയ 2 അറ്റത്തും ചെറുതായിട്ട് പശ അതിനകത്തുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ LED മാറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിസ്പ്ലേ ആണ് മെയിൻ പാർട്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് റിപ്പയറബിൾ അല്ല. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ടാണ് ഡിസ്പ്ലേ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇത്തരത്തിലൊരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങുക. അല്ല അതൊക്കെ ഫേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. കാരണം ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ തന്നെ പലപ്പോഴും ഡിസ്പ്ലേ അടിക്കുന്ന സമയത്ത് പേടിച്ചിട്ടാണ് അടിക്കാറ്. കാരണം ഓപ്പണായിട്ട് പറയാമല്ലോ, അത് ഒരു മടി ഇല്ല. കാരണം അത്രയും നമ്മൾ വേറെ ആളുടെ ആരെങ്കിലും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറേ അധികം എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്തരത്തിൽ പല ഡിസ്പ്ലേ അടിക്കുന്നത്. അതൊരു പൊങ്ങച്ചായിട്ട് പറയുന്നതല്ല, പക്ഷേ ഓരോ ഡിസ്പ്ലേയിൽ നിന്ന് അടിക്കുന്ന വ്യത്യസ്ത തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു LED TVയുടെ ഡിസ്പ്ലേ അടിച്ച് മാറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെ 3 LED നമ്മൾ മാറുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാം, ടോപ്പിലെ മാറി, അതുപോലെ ബോട്ടം സൈഡിലെ മാറി, അതുപോലെ സെൻട്രൽ പോർഷൻ LED നമ്മൾ പുതുതായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഉണ്ടായിരുന്ന സ്ക്രൂ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് LED ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ക്രൂ ഉപയോഗിച്ചിട്ട് തന്നെ. പിന്നെ LED-യുടെ ലൈഫ് അല്ലെങ്കിൽ 3 വർഷം മാത്രമേ കിട്ടൂ, അതിൽ കൂടുതൽ കിട്ടില്ല എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം. ഇതെന്തുകൊണ്ട് കറക്റ്റ് 3 വർഷം പോകുമ്പോൾ, ഒന്നാമത് ഇപ്പോഴത്തെ LED എല്ലാം ഒരു മുമ്പുണ്ടായിരുന്ന LED TVയിൽ അത്ര ലൈഫില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വർഷം മാക്സിമം 4 വർഷമൊക്കെയാണ് ഇതിന് ലൈഫുള്ളൂ. അപ്പോൾ അതിൽ ഒന്നുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡുകൾ. ഇത് എല്ലാ TVക്ക് അപ്ലിക്കബിൾ അല്ല. ചില TVകളിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് ഒരു 5% കുറച്ചിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക, മാക്സിമം ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്ത് മെഷീൻ ആണെങ്കിലും അത് കുറച്ച് ലൈഫ് കുറവായിരിക്കും. അതെല്ലാ കാര്യത്തിലും അതെ. നമ്മൾ മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് അതിന് ലൈഫ് കുറച്ച് കുറയും. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഉണ്ടെങ്കിൽ അതൊരു 100 ആണെങ്കിൽ 95 അല്ലെങ്കിൽ 90 ഉപയോഗിക്കാം. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറച്ചധികം ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കും. അതുപോലെ ഒരുപാട് ഹീറ്റുള്ള അല്ലെങ്കിൽ ചൂട് ഡയറക്റ്റ് അടിക്കുന്ന ഭാഗത്തുനിന്ന് TV വെക്കാതിരിക്കുക. അത് TVക്കും LED-ക്കൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പം അങ്ങനെ വെക്കാതിരിക്കുക. ഒരു സേഫായിട്ട് അല്ലെങ്കിൽ സൺലൈറ്റും ഡയറക്റ്റ് അടിക്കാത്തൊരു ഏരിയയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഇവിടെ നമ്മൾ LED-ഒക്കെ മാറിയിട്ട് ആ ഡിഫ്യൂസർ ഷീറ്റ് ക്ലീൻ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിസ്പ്ലേ ഇട്ടിട്ട് ഫ്രെയിം കൂടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് പറഞ്ഞു, ഊരി എടുക്കുമ്പോഴും ഇടുമ്പോഴും വളരെ ശ്രദ്ധിച്ചുകൊണ്ടും ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഈ ഡിസ്പ്ലേ ഊരിയിട്ട് LED മാറാൻ ആരോടും ശ്രമിക്കരുതെന്ന് പറയുന്നത്. കാരണം എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ കാര്യം ചെയ്യാറ്. അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്ര ചെയ്യുമ്പോൾ അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ റിസ്ക് നിങ്ങൾ എടുക്കരുത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചെയ്യിക്കുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. അങ്ങനെ ഒത്തിരി കംപ്ലൈൻറ്റുകൾ, അതായത് LED മാറാൻ സ്വയം ശ്രമിച്ചിട്ട് പൊട്ടിയിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അല്ലാതെ നിങ്ങളത് ചെയ്ത് അല്ലെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമായിട്ടല്ല. പക്ഷേ അതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അത് എക്സ്പേർട്ട് ആയിരിക്കും. ഇപ്പോൾ ഇതുപോലത്തെ TVകളൊക്കെ സ്ഥിരം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കത് ഒന്നുകൂടി
പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു സാധനം പഠിച്ചിട്ട് എല്ലാവർക്കും ചെയ്യാം, പക്ഷേ അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ടൊന്നും ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും പറ്റില്ലെന്നല്ല, പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ ആ സ്കെയിലർ ബോർഡ് ബോഡിയായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് ഇളകി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പാനലിൻ്റെ, അതായത് സ്കെയിലർ ബോർഡിൻ്റെ കവർ ചെയ്തിട്ട് 2 പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വരുന്നുണ്ട്, അതും നമ്മൾ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടീക്കം ബോർഡ് കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ടീക്കം ബോർഡൊക്കെ ഫിറ്റ് ചെയ്തതിനകത്ത് സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ തന്നെ ഉണ്ട്. ചിലതിൽ ബോഡി ആയിട്ടാണ് അറ്റാച്ച് ചെയ്ത് വയ്ക്കാറ്, പക്ഷേ ഒന്നുകൂടെ ബെറ്റർ ഈ പറഞ്ഞ പോലെ എല്ലാ കമ്പോണൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റ് പോകുന്നത് ശരിക്കും ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഹീറ്റ് ഓട്ടോമാറ്റിക്കലി അത് ആ ബോഡി അബ്സോർവ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അതിന് സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഉണ്ട്, അതിനകത്താണ് ഈ ടീക്കം ബോർഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം LED TV ഓൺ ആയിട്ടുണ്ട്, വെൽക്കം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ലൈറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓണായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മാറിയിട്ടുള്ള ഡിസ്പ്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ BOE എന്ന കമ്പനിയുടെ ഡിസ്പ്ലേനെ അപ്ഗ്രേഡ് ചെയ്തില്ല. നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് PT പാനലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഈ മോഡൽസിലൊക്കെ വരാനുള്ളത് അതാണ്. ഒരു ഏകദേശം 3 വർഷം ആകുമ്പോൾ തന്നെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വരാറുണ്ട് PT പാനലിൽ. മുമ്പുണ്ടായിരുന്ന ഇമ്പെക്സ് അതുപോലെ കുറച്ച് പഴയ മോഡൽ, 4-5 വർഷം മുമ്പുള്ള മോഡൽസിലൊക്കെ LGയുടെ ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 6 വർഷത്തോളം മിനിമം കംപ്ലയിൻറ്റ് വരാതെ, അതായത് ഈ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഒന്നൊക്കെ വരാതെ നിൽക്കുന്നുണ്ട്. 6-7 വർഷം വരെ നിൽക്കുന്നുണ്ട്. LED കംപ്ലയിൻറ്റ് നോർമലി ഒരു 3 to 4 ഇയേഴ്സ് ആകുമ്പോൾ ഈ മോഡൽസിന് വരാറുണ്ട്. ബാക്കി ഈ LGയുടെ ഡിസ്പ്ലേ ഉള്ള TVകളിൽ LED അല്ലാതെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും വളരെ റെയറാണ്. പിന്നെ സ്പീക്കറിൻ്റെ കംപ്ലയിൻറ്റും ഇമ്പെക്സ് വരാറുണ്ട്. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നല്ല ഡിസ്പ്ലേ ഉള്ള TVകളിൽ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരാറുള്ളത്. അപ്പോൾ TV പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയുള്ള പിക്ചർ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.